യുദ്ധ സാഹചര്യം നീങ്ങിയിട്ടും പ്രതിസന്ധി ഒഴിയാതെ ഗൾഫ് മേഖല തുടരുകയാണ്. ആശങ്കയുടെ നാളുകളാണ് പങ്കിടുന്നത്. യുദ്ധ സാഹചര്യം നീങ്ങിയെങ്കിലും പ്രതിസന്ധി ഒഴിയാതെയാണ് ഗൾഫ് മേഖല നിലനിൽക്കുന്നത്. ഇറാഖിലെ ബലദ് സൈനിക താവളത്തിൽ ഇന്നലെ രാത്രി മിസൈൽ പതിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചു. ബുധനാഴ്ച നടത്തിയ നീക്കം തിരിച്ചടിയുടെ തുടക്കം മാത്രമാണെന്നാണ് ഇറാൻ മിസൈൽ കമാൻഡർ അമീർ അലി ഹാജിസാദെ നൽകിയ മുന്നറിയിപ്പ് എന്നത്. സ്ഥിതിഗതികൾ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഖത്തർ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളും ആവശ്യപ്പെടുകയുണ്ടായി. ഇറാഖിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. US സൈനികരെയല്ല, സൈനിക സംവിധാനങ്ങളെയാണ് ലക്ഷ്യമിടുകയെന്നും ഇറാൻ വ്യോമ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ആമിർ അലി ഹാജിസാദെ അറിയിക്കുകയുണ്ടായി. തീരുമാനിച്ചാൽ നൂറുകണക്കിന് അമേരിക്കൻ സൈനികരെ കൊന്നൊടുക്കാൻ ഇറാൻ മിസൈലുകൾക്ക് എളുപ്പമാണെന്നും കമാൻഡർ അറിയിക്കുകയുണ്ടായി. നയതന്ത്ര നീക്കങ്ങൾക്ക് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഊന്നൽ നൽകുന്ന സമയത്ത് തന്നെയാണ് പ്രകോപനപരമായ പ്രസ്താവനകൾ സൈനിക നേതൃത്വം കൈക്കൊള്ളുന്നത്. പശ്ചിമേഷ്യയിലെ എല്ലാ US സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും സമാന സ്വഭാവത്തിലുള്ള ആക്രമണം നടത്താനുള്ള മിസൈലുകൾ സജ്ജമാണെന്നും കമാൻഡർ വ്യക്തമാക്കി. ഇന്നലെ രാത്രി ഇറാഖിലെ ബലദ് സൈനിക താവളത്തിന് സമീപം മിസൈൽ പതിച്ചെങ്കിലും ആളപായമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നിരുപാധിക ചർച്ചയ്ക്ക് തയ്യാറാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന തള്ളിയ ഇറാൻ നടപടി ശരിയായില്ലെന്ന അഭിപ്രായമാണ് മിക്ക ഗൾഫ് രാജ്യങ്ങൾക്കും പങ്കുവയ്ക്കാനുള്ളത് തന്നെ. ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി എന്നിവ സംബന്ധിച്ച് ഇറാൻ നയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വഷളാക്കാൻ ആരും തയ്യാറാകരുതെന്നും GCC രാജ്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അതിനിടെ ഇറാന് മേലുള്ള കൂടുതൽ കടുത്ത ഉപരോധം പ്രാബല്യത്തിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.